കോമഡി ആക്ഷൻ സീൻസ് പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു ജാക്കി ചാൻ മൂവി കാണരുത്. മകളെ കൊലപ്പെടുത്തിയവരെ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ച ഒരു അച്ഛന്റെ കഥയാണിത്. കൂടെ കുറെ ട്വിസ്റ്റും. ക്വാൻ എന്നാണ് ജാക്കിയുടെ ഈ മൂവിയിലെ പേര്. പുള്ളി ലണ്ടനിലെ ഒരു റെസ്റ്റോറന്റ് ഓണറാണ്. ഫാമിലി എന്ന് പറയാൻ ക്വാന് ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫാൻ എന്നാണ് അവളുടെ പേര്. ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ഫാൻ മരണപ്പെടുന്നു. ഒത്തന്റിക് IRA എന്ന് പറയുന്ന ഒരു ഐറിഷ് ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറിയുന്നു. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷിനെതിരെ പ്രവർത്തിച്ചിരുന്ന IRA എന്ന ഗ്രൂപ്പിലെ പ്രധാനികളൊക്കെ ഇന്ന് ഐറിഷ് ഗവൺമെന്റിന്റെ കൗൺസിൽ മെമ്പേഴ്സ് ആണ്. പോരാത്തതിന് ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ കൗൺസിൽ മെമ്പേഴ്സിന്റെ കയ്യിലുള്ള സെംടെക്സ് എന്ന സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഈ നടന്ന അറ്റാക്ക് തങ്ങളാണ് ചെയ്തതെന്ന് പറയാൻ വിളിച്ചപ്പോൾ ഒത്തന്റിക് IRAക്കാർ കൗൺസിൽ മെമ്പേഴ്സിന് മാത്രം അറിയാവുന്ന ഒരു കോഡ് വേർഡ് പറയുകയും ചെയ്തു. അതോടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മനസ്സിലാകും ഐറിഷ് ഗവൺമെന്റിന്റെ കൗൺസിൽ മെമ്പേഴ്സിൽ ആർക്കോ ഈ ഒത്തന്റിക് IRA എന്ന് പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഇവിടെ ക്വാൻ ആണെങ്കിൽ മകളുടെ കൊലയ്ക്ക് കാരണക്കാരായവരെ എങ്ങനെയും കണ്ടെത്തി ശിക്ഷിക്കണം എന്ന തീരുമാനത്തിലായിരിക്കും. അത് ചെയ്തവരുടെ പേരുകൾ കണ്ടുപിടിക്കാൻ ക്വാൻ പലവട്ടം ലണ്ടനിലെ കൗണ്ടർ ടെററിസം വിങ് ആയ SO15 പോയി അവിടുത്തെ കമാൻഡറിനെ കാണും. ബ്രോംലി എന്നാണ് പുള്ളിയുടെ പേര്. ക്വാൻ വെറും ഒരു റെസ്റ്റോറന്റ് ഓണർ അല്ലെന്ന് ബ്രോംലിക്ക് തോന്നും. ബ്രോംലി ക്വാന്റെ ഫാമിലിയെ പറ്റി ചോദിക്കും. പുള്ളിക്ക് ഫാൻ അല്ലാതെ വേറെയും 2 മക്കളുണ്ടായിരുന്നു. അവരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അവരുടെ അമ്മയാണെങ്കിൽ ഫാനിന്റെ ഡെലിവറി ടൈമിൽ മരണപ്പെട്ടു. ബ്രോംലിയുടെ അടുത്ത് നിന്നും പേരുകളൊന്നും കിട്ടാത്തത് കൊണ്ട് ക്വാൻ സ്വന്തമായി IRA പറ്റിയും ഒത്തന്റിക് IRA പറ്റിയും ഒക്കെ റിസർച്ച് നടത്താൻ തുടങ്ങും. ആ റിസർച്ചിനിടയ്ക്ക് ക്വാൻ ആ പേര് കേൾക്കും. ലിയാം ഹെന്നസി, ഒരു IRA മെമ്പർ, ഇപ്പോൾ ഐറിഷ് ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി മിനിസ്റ്റർ. IRA മെമ്പർ ആയിരുന്നപ്പോൾ ലിയാമും ഇതുപോലെ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ക്വാന്റെ ശ്രദ്ധ ലിയാമിലേക്ക് തിരിയും. പുള്ളി അയർലൻഡിലെ ലിയാമിന്റെ ഓഫീസിലേക്ക് വിളിക്കും. എന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്തവരെ പറ്റി നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, ഗിവ് മീ ദ നെയിംസ് എന്ന് പറയും. അതിന് ലിയാം ദേഷ്യപ്പെട്ട് പറയും, എനിക്കത് ചെയ്തവരുടെ പേരറിയാമായിരിക്കും എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? IRA ആയിട്ട് എനിക്കിപ്പോൾ ഒരു ബന്ധവുമില്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ വെച്ചിട്ട് പോകാൻ പറഞ്ഞ് കോള് കട്ട് ചെയ്യും. പക്ഷെ ഇതുകൊണ്ടൊന്നും ക്വാൻ ലിയാമിനെ വെറുതെ വിടില്ല. ലിയാമിന് എന്തൊക്കെയോ അറിയാമെന്ന് പുള്ളിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ക്വാൻ അയർലൻഡിലേക്ക് പോകും, ലിയാമിനെ കൊണ്ട് പേരുകൾ പറയിക്കാൻ. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത്. ക്വാൻ വെറും ഒരു റെസ്റ്റോറന്റ് ഓണർ മാത്രമായിരുന്നില്ല. US മിലിറ്ററിയുടെ പ്രോജക്ട് ഗാമ എന്ന സ്പെഷ്യൽ ഫോഴ്സ് വിങ്ങിലെ ഒരു സോൾജിയർ ആയിരുന്നു ക്വാൻ. അതൊക്കെ മതിയാക്കി സമാധാനമായി ജീവിക്കാൻ വന്നതായിരുന്നു പുള്ളി. അപ്പോൾ അതേ പുള്ളിയുടെ മകളെ കൊന്നിരിക്കുന്നു. ക്വാൻ ലിയാമിനെ ഓഫീസിൽ വന്ന് കണ്ട് ബോംബ് ബ്ലാസ്റ്റ് നടത്തിയവരുടെ പേരുകൾ ചോദിക്കും. എങ്കിലും ലിയാമിന് അറിയില്ലെന്ന് പറയും. ലിയാം ക്വാനോട് ദേഷ്യപ്പെടും. പുള്ളി നേരെ അവിടുത്തെ ടോയ്ലറ്റിൽ കയറി ആൽക്കഹോൾ ബോട്ടിലും സിഗരറ്റും കുറച്ച് തീപ്പെട്ടിയൊക്കെ വെച്ച് ഒരു ഡമ്മി ബോംബ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും. കുറച്ചു കഴിഞ്ഞ് അതെല്ലാം കൂടി അങ്ങ് പൊട്ടിത്തെറിക്കും. ബ്ലാസ്റ്റ് കണ്ട് ഷോക്കായി നിൽക്കുന്ന ലിയാമിനെ ക്വാൻ വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഇപ്പൊ നിങ്ങളുടെ മനസ്സ് മാറിയോ എന്ന്. അത് കേട്ട് ലിയാമിന് ദേഷ്യം വരും. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറയുമ്പോഴേക്കും ക്വാൻ കോള് കട്ട് ചെയ്ത് പോകും. ലിയാം ഗാർഡ്സിനോട് ക്വാനെ കണ്ടുപിടിച്ച് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തല്ലി ഓടിക്കാൻ പറയും. ക്വാൻ പക്ഷെ അടുത്തത് ഗാർഡ്സിന്റെ കാറിൽ വെക്കും ബോംബ്, പിന്നല്ല. പക്ഷെ ഗാർഡ്സിന് ബോംബ് കാണാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളി ബോംബ് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ, ഞാൻ വിചാരിച്ചിരുന്നേ നീയൊക്കെ തീർന്നനെ എന്ന് പറയും പോലെ. ഇതൊക്കെ ചെയ്തിട്ടും ഗാർഡ്സ് ക്വാൻ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം, ജാക്കിയല്ലേ ആള്. പുള്ളി അവന്മാർക്കിട്ട് ഓരോ കൊട്ടും കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും. ലിയാമിനെ വീണ്ടും ഫോളോ ചെയ്ത് ക്വാൻ ലിയാമിന് ഒരു സീക്രട്ട് അഫെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. മാഗി എന്നാണ് ഈ പുള്ളിക്കാരിയുടെ പേര്. അതേസമയം ലിയാമിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും പ്രഷർ, ബോംബേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ലിയാം ഒരു പ്ലാൻ ചെയ്യും. കൗൺസിൽ മെമ്പേഴ്സിന് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ കോഡ് വേർഡ് കൊടുക്കും. ഓരോ ആൾക്കാർക്കും ഓരോ കോഡ് വേർഡ് ആണെന്ന് അവരറിയുകയുമില്ല. അപ്പോൾ അടുത്ത വട്ടം ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ടെററിസ്റ്റ് ഏത് കൗൺസിൽ മെമ്പറിന്റെ കോഡ് വേർഡ് ആണ് പറയുന്നത് നോക്കി പൊക്കാം. ഈ പ്ലാൻ ലിയാം പുള്ളിയുടെ നീസ് ആയിട്ടുള്ള ഷോനെ വെച്ച് കമാൻഡർ ബ്രോംലിയെ അറിയിക്കും. ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എനിക്ക് തന്നെ കൈകാര്യം ചെയ്യണം എന്ന ഒറ്റ കണ്ടീഷനിൽ ബ്രോംലി ആ പ്ലാന് സമ്മതിക്കും. ഇവിടെ ക്വാൻ ലിയാമിന് സമാധാനം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ലിയാം പുള്ളിയുടെ വൈഫ് മേരിയെയും കൂട്ടി അവരുടെ ഫാം ഹൗസിലേക്ക് പോകും. അവിടെ ഇനി ആരും വരില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ലിയാമിനെ ഞെട്ടിച്ചുകൊണ്ട് ക്വാൻ അവിടെയും വരും. എന്നിട്ട് ലിയാമിന്റെ ഫാമിലെ ഷെഡിന് ബോംബ് വയ്ക്കും. ഇതും ജസ്റ്റ് വാണിംഗ് ആയിരിക്കും. ആർക്കും ഗുരുതരമായി പരിക്കൊന്നുമില്ല. ഇതെല്ലാം കണ്ട് പേടിച്ച് മേരി അടുത്ത ദിവസം തന്നെ ലണ്ടനിലേക്ക് പോകുന്നെന്ന് പറയും. ലിയാം അതിന് സമ്മതിക്കും. എന്നിട്ട് മേരി അറിയാതെ അവളുടെയും അവരുടെ മകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഗാർഡിനെ ലണ്ടനിലേക്ക് വിടും. ഇതിനിടയ്ക്ക് ക്വാൻ വീണ്ടും പൊട്ടിക്കും ഒരു ബോംബ്. പുള്ളി ഫാമിനടുത്ത് കാട്ടിലാണ് ക്യാമ്പ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കുറെ എണ്ണം അങ്ങോട്ടേക്ക് ചാടി പുറപ്പെടും. എങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. ക്വാൻ ഒരു ഗറില്ല വാർഫെയർ എക്സ്പെർട്ട് ആണ്. എന്ന് വെച്ചാൽ കാട് ക്വാന് വീട് പോലെ. അവിടെ കയറി പുള്ളിയെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല.
വില്ലന്മാർ വന്ന് തൊടുന്നിടത്തെല്ലാം ട്രാപ്പ്. പണി പാളിയെന്ന് അറിഞ്ഞ ഗാർഡ്സ് കിട്ടിയ ജീവനും കൊണ്ട് തിരിച്ചു പോകും. അതേസമയം ഇവിടെ ലണ്ടനിൽ ലിയാമിന്റെ വൈഫ് മേരിയും വിശ്വസ്തനായ അനന്തരവൻ ഷോനും തമ്മിൽ അഫെയർ. വാവ്, ഹസ്ബൻഡും വൈഫും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്നു. എന്തായാലും ഷോനും മേരിയും ഇക്കിളിയിട്ട് കളിക്കുന്നതിനിടയ്ക്ക് ഷോനെ ലിയാം വിളിക്കും. എന്നിട്ട് ബോംബേഴ്സിനെ കണ്ടുപിടിക്കാനുള്ള അവരുടെ പുതിയ പ്ലാനെ പറ്റി ഒന്നുകൂടി സംസാരിച്ച് സെറ്റാക്കും. ഇതെല്ലാം മേരി കേൾക്കുന്നുണ്ട്. ഇവിടെ ലിയാമിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ക്വാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോഴാണ് ക്വാൻ ആരാണെന്ന് ലിയാം ശരിക്കും മനസ്സിലാക്കുന്നത്. പണി പാളിയല്ലോ നാഥ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഐറിഷ് ഗവൺമെന്റ് കൗൺസിൽ മെമ്പർ ആയിട്ടുള്ള ഹ്യൂ മെഗ്രാത്ത് കയറി വരും. ഇപ്പോഴാണ് കഥയിലെ അടുത്ത ട്വിസ്റ്റ്. ഹ്യൂ മെഗ്രാത്ത് ആണ് ഈ ബോംബേഴ്സിന്റെ സഹായി. ഇനി ഈ പ്ലാനിന്റെ മാസ്റ്റർ മൈൻഡ് ആണെങ്കിലോ നമ്മുടെ ലിയാമും. അവസാനം ക്വാന്റെ സംശയങ്ങളൊക്കെ ശരിയായി. ലിയാമിന് പൊളിറ്റിക്കൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ് ഹ്യൂവിനെ കൊണ്ട് കുറച്ച് ആൾക്കാരെ വെച്ച് ബ്രിട്ടനിൽ ഈ ബ്ലാസ്റ്റുകൾ നടത്തിയത്. ഇൻവെസ്റ്റിഗേഷൻ അവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ബോംബേഴ്സിനും ലിയാമിനും ഹ്യൂവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഇടപാട് നടത്തിയിരിക്കുന്നത്. പക്ഷെ പ്രശ്നം പറ്റിയത് എവിടാന്ന് വെച്ചാൽ ലിയാമിന്റെ പ്ലാൻ ചെറിയ കുറച്ച് എക്സ്പ്ലോഷൻസ് ആയിരുന്നു, ആളപായം ഉണ്ടാവാതെ. എന്നാൽ ബോംബേഴ്സ് സൈക്കോകളായിരുന്നു. അന്വേഷണം നടക്കുമ്പോൾ ഹ്യൂവിന്റെ കയ്യിൽ നിന്നാണ് സ്ഫോടനത്തിന് വേണ്ടി സെംടെക്സ് എടുത്തിരിക്കുന്നതെന്നറിയും. അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഹ്യൂ അവിടെ നിന്ന് പോകും. ഇത് കഴിഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ലിയാമിന്റെ അടുത്തേക്ക് ക്വാൻ ഒരു തോക്കുമായിട്ട് വരും. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥ. ലിയാം എത്രയും പെട്ടെന്ന് ബോംബേഴ്സിനെ പിടിക്കും എന്ന് പറഞ്ഞ് കോഡ് വേർഡ് ഐഡിയ ഒക്കെ ക്വാനോട് പറയും. ക്വാൻ ലിയാമിന് കുറച്ചുകൂടി സമയം കൊടുത്ത് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം രാവിലെ ലണ്ടനിൽ വീണ്ടും ഒരു എക്സ്പ്ലോഷൻ നടക്കും. ബോംബ് വെച്ചതാണെങ്കിലോ ലിയാമിന്റെ സീക്രട്ട് അഫയർ ആയിട്ടുള്ള മാഗി. എന്നാൽ ഇത് ലിയാമിന് അറിയില്ല. എക്സ്പ്ലോഷൻ കഴിഞ്ഞ് അറ്റാക്കിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒത്തന്റിക് IRA വിളിച്ചെങ്കിലും അവര് കോഡ് വേർഡ് ഒന്നും പറഞ്ഞില്ല. ഇത് ബ്രോംലി ലിയാമിനെ വിളിച്ച് പറയും. പ്ലാൻ എങ്ങനെയോ ലീക്ക് ആയിട്ടുണ്ടെന്ന്. അതെങ്ങനെ സംഭവിച്ചെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറഞ്ഞ് ബ്രോംലി കോള് കട്ട് ചെയ്യും. ലിയാം വീണ്ടും തേഞ്ഞു. ലിയാം പ്ലാൻ ചെയ്തത് പുതിയ കോഡ് വേർഡ് ആവുമ്പോൾ ബോംബേഴ്സ് ഹ്യൂവിന്റെ കോഡ് വേർഡ് ആയിരിക്കുമല്ലോ പറയുന്നത്. അപ്പോ ഹ്യൂവും അകത്താകും, അയാൾ വഴി ബോംബേഴ്സും അകത്താവും. ഇവരെ പിടിച്ചു കൊടുത്ത ലിയാം ഹീറോയും. ഇപ്പൊ എല്ലാം വെള്ളത്തിൽ പോയി. പ്ലാൻ എങ്ങനെ പുറത്തായി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ലണ്ടനിൽ മേരിയുടെയും മകളുടെയും പ്രൊട്ടക്ഷന് പോയ ഗാർഡ് തിരിച്ചു വരും. എന്നിട്ട് മേരിയും ഷോനും തമ്മിൽ അഫയർ ഉണ്ടെന്നുള്ള കാര്യം പറയും. പക്ഷെ ട്വിസ്റ്റ് ഇവിടെ അല്ല. ഷോൻ വന്ന് പോയി കഴിഞ്ഞ് മേരി ഹോട്ടൽ ലോബിയിൽ വന്ന് ഹ്യൂവിനെ വിളിച്ചെന്ന് പറയും. അപ്പോൾ അതുവഴിയാണ് പ്ലാൻ ലീക്ക് ആയത്. ഷോൻ വഴി മേരി അറിഞ്ഞു, മേരി വഴി ഹ്യൂ അറിഞ്ഞു. ഈ സമയം ലണ്ടനിൽ നിന്ന് വന്ന ഷോൻ ഫാമിനടുത്തുള്ള കാട്ടിൽ ക്വാന് വേണ്ടിയുള്ള തിരച്ചിലായിരിക്കും. ഷോനും ജാക്കിയെ പോലെ ഒരു എക്സ്പേർട്ടാണ്. ഇവിടെ ബോംബേഴ്സ് ആണെങ്കിൽ അടുത്ത ടാർഗറ്റ് സെറ്റ് ചെയ്യുമായിരിക്കും. തൊട്ടടുത്ത ദിവസം ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പേഴ്സ് റോമിലേക്ക് പോകാനിരിക്കുന്ന ഫ്ലൈറ്റ് അവർ ടാർഗറ്റ് ചെയ്യും. ഇതേ സമയം ഇവിടെ കമാൻഡർ ബ്രോംലിയും ടീമും ആദ്യം ബ്ലാസ്റ്റ് നടന്ന സ്ഥലത്തെ CCTV ഫൂട്ടേജുകളിൽ നിന്നും ബോംബർ ആണെന്ന് വിചാരിക്കുന്ന ആളിന്റെ കയ്യിലെ ബേൺ മാർക്ക് കാണും. അത് വെച്ച് ട്രേസ് ചെയ്ത് അവർക്ക് ആളിനെ കിട്ടും. അതുവഴി ട്രേസ് ചെയ്ത് അവർക്ക് മറ്റൊരു ബോംബറിന്റെ ഡീറ്റെയിൽസും ഹ്യൂവും ബോംബേഴ്സും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നും മനസ്സിലാകും. ഇതറിഞ്ഞ ഉടനെ ബ്രോംലി ലിയാമിനെ വിളിച്ച് ഹ്യൂവിന്റെ അടുത്ത് നിന്നും ബോംബേഴ്സിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയും മേടിക്കാൻ പറയും. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായ ലിയാം ഹ്യൂവിനെ ടോർച്ചർ ചെയ്ത് ബോംബേഴ്സിന്റെ പേര് പറയിക്കും. അപ്പോഴാണ് ലിയാമിന് മാഗിയും ഒരു ബോംബർ ആണെന്ന് മനസ്സിലാകുന്നത്. ലിയാം എന്തെങ്കിലും ചതിക്കുവാണെങ്കിൽ അവനെ പൂട്ടാനുള്ള ഹ്യൂവിന്റെ ആയുധമായിരുന്നു മാഗി. പേര് കിട്ടിയ ഉടനെ ലിയാം ബ്രോംലിയെ വിളിച്ച് അത് പറഞ്ഞു കൊടുക്കും. ഇവിടെ ബ്രിട്ടനിൽ ബോംബേഴ്സ് ആക്രമിക്കാൻ പ്ലാൻ ചെയ്തു വെച്ച ഫ്ലൈറ്റിൽ പോകാനിരിക്കുന്ന ഒരു റിപ്പോർട്ടറിനെ മാഗി സെഡ്യൂസ് ചെയ്ത് അയാൾ അറിയാതെ അയാളുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി മാറ്റി അതിനു പകരം അവർ സെറ്റ് ചെയ്തു വെച്ച ബോംബ് വയ്ക്കും. ബോംബേഴ്സിന്റെ പേര് കിട്ടിയ ഉടനെ തന്നെ ലിയാം ക്വാനെ പിടിക്കാൻ പോയ ഷോനും അത് അയച്ചു കൊടുക്കും. അതെന്തായാലും നന്നായി. കാരണം ഷോൺ നേരെ പോയി വീഴുന്നത് ക്വാന്റെ ട്രാപ്പിലാണ്. അവന്റെ കയ്യിൽ നിന്നും ബോംബേഴ്സിന്റെ പേരുകൾ കിട്ടിയ ക്വാൻ ഷോനെ വെറുതെ വിടും. അവൻ നേരെ ലിയാമിന്റെ അടുത്തേക്ക് വരും. ലിയാം അവനോട് പ്ലാൻ ലീക്ക് ആയതിനെ പറ്റി പറയും. അത് മേരി വഴിയാണ് പുറത്തു പോയതെന്നും പറയും. എന്നിട്ട് നിനക്കിതിൽ എന്താ പങ്കെന്ന് ചോദിക്കും. അതിനെ ഷോൺ പറയും, ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് നടന്നതല്ല. അന്ന് ലിയാം കോൾ ചെയ്തപ്പോൾ മേരി അടുത്തുണ്ടായിരുന്നു, അങ്ങനെ കേട്ടതാവുമെന്ന്. ഇത് കേട്ട് ലിയാം പറയും, നിനക്ക് ഞാൻ അവസാനമായി ഒരു ജോലി കൂടി തരും, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പൊക്കോളണമെന്ന്. അടുത്ത ദിവസം രാവിലെ ബ്രോംലിയും ടീമും ബോംബേഴ്സിന്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുമായിരിക്കും. അവരെ ഫുള്ള് സറൗണ്ട് ചെയ്ത് എക്സ്റേ വിഷനൊക്കെ വെച്ച് വാച്ച് ചെയ്ത് തക്കം നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് വേറൊരാൾ വരും, ക്വാൻ. പുള്ളി ഒരു മെയിൻ്റനൻസ് മാന്റെ വേഷം കെട്ടി വന്ന് ഗ്യാസ് ലീക്ക് ചെക്ക് ചെയ്യാനെന്നും പറഞ്ഞ് ബോംബേഴ്സിന്റെ റൂമിൽ കയറും. പിന്നെ അങ്ങോട്ട് വെടിയും പുകയും. ബ്രോംലിക്കും ടീമിനും എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ ക്വാൻ മാഗിയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊന്ന് അവിടെ നിന്ന് പോകും. വെടിവെപ്പും ബഹളവും ഒക്കെ മാറി ഫോഴ്സ് അകത്ത് കയറി വന്ന് നോക്കുമ്പോൾ
മാഗി ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു കിടക്കുന്നത് കാണും. മാഗിയുടെ അടുത്ത് നിന്നും ഒരു പ്രായമുള്ള ചൈനക്കാരനാണ് അവരെ അറ്റാക്ക് ചെയ്തതെന്ന് ബ്രോംലിക്ക് മനസ്സിലാകും. അത് കേട്ട ഉടനെ തന്നെ ബ്രോംലിക്ക് ആളെ പിടികിട്ടും. ശേഷം മാഗിയുടെ അടുത്ത് നിന്ന് ഫ്ലൈറ്റ് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനും മനസ്സിലാക്കി അതും പൊളിക്കും. കൂടുതൽ അന്വേഷണത്തിൽ നിന്നും മാഗിയും ലിയാമും തമ്മിലുള്ള റിലേഷൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടെത്തും. അത് വെച്ച് ലിയാമിനെ ഭീഷണിപ്പെടുത്തി അവരുടെ പെറ്റാക്കി വെക്കും. ഷോന്റെ ലാസ്റ്റ് ജോലി എന്ന് പറഞ്ഞ് ലിയാം അവനെ അയച്ചത് മേരിയെ കൊല്ലാനായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി സമാധാനിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ലിയാമിന്റെ അടുത്തേക്ക് ക്വാൻ വരും. എന്നിട്ട് ലിയാമും മാഗിയും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ അവനെ കൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യിപ്പിക്കും. ശുഭം. എല്ലാം കഴിഞ്ഞ് ജാക്കി തിരിച്ച് പുള്ളിയുടെ റെസ്റ്റോറന്റിലേക്ക് വരും. ബ്രോംലി ക്വാനെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ആക്ഷൻ ഒന്നും എടുക്കില്ല. മകളുടെ കൊലയ്ക്ക് കാരണക്കാരായവർക്ക് തക്ക ശിക്ഷ കൊടുത്ത സമാധാനത്തിൽ ക്വാന്റെ ജീവിതം മുന്നോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ദി ഫോറിനർ എന്ന് പറയുന്ന മൂവി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള മൂവീസ് അറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.